ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എങ്ങനെയാണ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ സെറ്റ് ചെയ്യാമെന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ മൊബൈലിലുള്ള ഫോട്ടോസ് അപ്പോൾ അതിൽ ഫേസിലൊക്കെ കുറച്ച് ലൈറ്റ് കൂട്ടലെങ്ങനെ കുറയ്ക്കലെങ്ങനെയാണ്, അതെങ്ങനെ ക്രോപ്പ് ചെയ്യണം, അത് പ്രിൻ്റ് ചെയ്യാൻ നമ്മളെ വീട്ടിലൊക്കെ പ്രിൻ്ററിലേക്കുള്ളത് നമുക്ക് എങ്ങനെ പ്രിൻ്ററിലേക്കുള്ള കറക്റ്റ് ഫോർമാറ്റിൽ സെറ്റ് ചെയ്യാം എന്നൊക്കെയാണ് ഇന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാൻ പോകുന്നത്. ഫോട്ടോഷോപ്പിൻ്റെ 2025 വേർഷനാണ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതിപ്പോൾ ഫോട്ടോഷോപ്പ് 7 ആയാലും ഒരു കുഴപ്പമില്ല. ഓക്കെ, നല്ല കാണാനൊക്കെ ഭംഗിയാണത്. പുതിയ വേർഷനാണ്. 7ലും ചെയ്യാട്ടോ, കുഴപ്പമില്ല. 7, 8, CS3, CS ഒക്കെ ഒരു പ്രശ്നമില്ല. ഒക്കെ ഈ ഫോർമാറ്റ് തന്നെ. ഏതാണോ ഫയൽ എടുക്കേണ്ടത് അത് എടുക്കുക. ഇതാ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം ഫയൽ എടുത്ത് ഓപ്പൺ, എന്നിട്ട് ആ ഫയൽ കാണിച്ചു കൊടുത്ത് അത് ഓപ്പൺ ചെയ്ത് ഇങ്ങനെ വന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇതൊക്കെ അൺസൈസ് ആയിരിക്കും. ഇതിപ്പോൾ സ്റ്റുഡിയോയിൽ നിന്ന് എടുത്തൊരു ഫോട്ടോസാണ്. അപ്പോൾ മൊബൈലിലായാലും ഇതേമാതിരി ഓപ്പൺ ചെയ്യാം. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കുറേ ടൂൾസ് ഉണ്ട്. ഈ ടൂൾസിൽ ക്രോപ്പ് എന്ന് പറഞ്ഞ ഒരു ടൂൾ വരുന്നുണ്ട്. ക്രോപ്പ് 1, 2, 3, 4, 5ാമത്തത് ക്രോപ്പ്. ഇതൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇതിന്റെ മുകളിൽ ഈ ഫയൽ, എഡിറ്റ്, ഇമേജ്, ലെയർ, ടൈപ്പ്, ഈ സൈഡിൽ ഇവിടെ ഒരു ചെറിയ ബോക്സ് ഉണ്ട്. ഇവിടെ ഇതാ ക്രോപ്പ് എന്നുള്ളതിന്റെ ഇവിടെ ഉണ്ട്. ഒന്നെങ്കിൽ നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് ഉണ്ടാവും. അപ്പൊ നമ്മൾ പുതിയതായിട്ട് സേവ് ചെയ്യാം. അപ്പൊ ഇവിടെ ഒരു പാസ്പോർട്ട് സൈസിന് ഇവിടെ കൊടുക്കുക സെന്റിമീറ്റർ. പാസ്പോർട്ട് സൈസ് പറഞ്ഞാൽ 3.5, 4.5. എന്നിട്ട് ഇത് ഇവിടെ കറക്റ്റ് ആയിട്ട് ക്രോപ്പ് ചെയ്യാം. ഇതാ ഇത്ര കറക്റ്റ്, കുറച്ച് പാസ്പോർട്ട് സൈസിനെ കറക്റ്റ് ചെയ്തിട്ട് പിന്നെ ഈ ആരോ ഉപയോഗിച്ചിട്ട് കറക്റ്റ് നീക്കി വെക്കാം. ആരോ അല്ല, ഇതാ ഇങ്ങനെ കറക്റ്റ് ചെയ്തിട്ട്. അപ്പൊ ഇതാ ഈ 2 ഐ ഉണ്ടല്ലോ, അത് ലെവലാണോ നോക്കുക. ഇല്ലെങ്കിൽ ഈ കോർണറിൽ വെച്ചിട്ട് ഇതാ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. എന്നിട്ട് ഇത് എന്ത് ചെയ്യാ, എൻ്റർ ചെയ്യാം. എൻ്റർ ചെയ്ത് ഓക്കെ. ഇതില് ഓൾറെഡി 300 സെറ്റ് ആണ്. ഇല്ലെങ്കിൽ നമുക്ക് എന്താ വെച്ചാൽ ഈ 3.3, 4.3 ഇവിടെ അടിച്ചല്ല, അതിന്റെ തൊട്ടടുത്ത് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞ ഇതുണ്ട്. അവിടെ 300 തന്നെ കൊടുക്കണം. 300. ഈ ഫോട്ടോ പ്രിന്റ് ഒക്കെ ചെയ്യുന്നത് 300. അപ്പൊ നമുക്ക് അവിടെ ചിലപ്പോൾ 72 ഒക്കെ ആയിരിക്കും. 72 എന്ന് പറഞ്ഞാൽ ഫ്ലെക്സ് ഒക്കെ ഡിസൈൻ ചെയ്ത് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയാണ് 72 കൊടുക്കുക. നമുക്കിത് 300 തന്നെ റെസൊല്യൂഷൻ കൊടുക്കണം. അടുത്തതായിട്ട് ഫോട്ടോന്റെ മുകൾ ഭാഗത്ത് ചെറിയ ഡോട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെങ്ങനെ റിമൂവ് ചെയ്യാന്നുള്ളതാണ് അടുത്തത്. അപ്പൊ നമ്മൾ ഫോട്ടോ സൂം ചെയ്ത് വെക്കണം. സൂമിന്റെ എന്ന് പറഞ്ഞാൽ ഇതിൽ സൂം ബട്ടൺ ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ Ctrl+ എന്ന് അടിച്ചാൽ മതി. അത് അടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഏത് ഭാഗം വേണ്ടത് വെച്ചാൽ ഈ സ്പേസ് ബാർ പിടിച്ചിട്ട് നമുക്കിങ്ങനെ മുകളിലേക്ക് താഴേക്ക് നീക്കാം. എന്നിട്ട് ഇതിന്റെ മുകളിലുള്ള 2 പോയിന്റ് ഇതാ മാറ്റി. അപ്പൊ ഇതിലുള്ള ഈ പോയിന്റ്, ഈ ബ്ലാക്ക് കളറിലുള്ളത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, പിമ്പിൾസ് ഇതൊക്കെ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പാച്ച് ടൂൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതില് 1, 2, 3, 4, 5, 6, 7, 8ാമത്തെ ഓപ്ഷനിൽ പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ പാച്ച് എന്ന് പറഞ്ഞത് കാണാം. 4ാമതായിട്ട് അത് കൊടുക്കുക. എന്നിട്ട് ഇതിനെ റൗണ്ട് ചെയ്തിട്ട് ഇതിങ്ങനെ സെലക്ഷൻ എടുക്കാം. സെലക്ഷൻ ഓപ്ഷൻ ഉണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിലെ ഹെയറിൽ ബ്ലാക്ക് കുറവാണെന്ന് നിൽക്കുക. ബ്ലാക്ക് ഭാഗം ശരിക്കും ബ്ലാക്ക് എല്ലാം തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇമേജിൽ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ സെലക്റ്റീവ് കളർ ഉണ്ട്. ഇതിൽ നമ്മൾ എന്ത് ചെയ്യുക, റെഡ്, ഇങ്ങനെ ഈ കളർ സെലക്ട് ചെയ്തിട്ട് ഇതിലിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ കളറും ആ കളർ മാത്രമാണ് മാറുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ബ്ലാക്ക് സെലക്ട് ചെയ്ത് നമ്മൾ ഇതാ ഈ ബ്ലാക്ക് ഹെയറിൽ കൂടെ കാണാം. ഇത് കണ്ടാ, ഓവറായി. നമുക്ക് ജസ്റ്റ് ഒന്ന് കൂട്ടാം. ബ്ലൂ ഷർട്ടിലൊക്കെ ഉണ്ട്. അപ്പൊ അത് പിന്നെ ഗ്രീന് കയറണം എന്നുണ്ടെങ്കിൽ ഗ്രീൻ സെലക്ട് ചെയ്യുക. ഗ്രീൻ ലേശം കൂട്ടി കൊടുക്കുക. അതാ ഓക്കെ. അങ്ങനെ കറക്റ്റ് ചെയ്തതിന് ശേഷം ഇത് ഓക്കെ കൊടുക്കുക. ഇനി അടുത്തായിട്ട് നമുക്ക് ഇത് പ്രിന്റ് ചെയ്യണം. പ്രിന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണയായി വീട്ടിലൊക്കെ യൂസ് ചെയ്യണത് പ്രിന്ററിൽ A4 ആയിരിക്കും. അപ്പൊ A4 ഫോട്ടോ പേപ്പറിലേക്ക് നമുക്കിത് കറക്റ്റ് ചെയ്തിട്ട് ഇടാം. അപ്പൊ A4 സെലക്ട് ചെയ്ത് ഇടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് A4 പേപ്പർ ആദ്യം ഇതിൽ സെലക്ട് ചെയ്തേക്കണം. അത് ക്രിയേറ്റ് ചെയ്യുക.
അപ്പോൾ ക്രിയേറ്റ് ചെയ്യണേ പുതിയൊരു പേപ്പർ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യണേ Ctrl+N ആണ് അടിക്കേണ്ടത്. ഇതിൽ പുതിയ ഡോക്യുമെന്റ് എടുത്തു കഴിഞ്ഞാൽ A4 സൈസ് സെലക്ട് ചെയ്യാം. A4 സൈസ് സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. അവർ പുതിയൊരു വിൻഡോ വന്ന് മൂവ് ടൂൾ ഉപയോഗിച്ചിട്ട് ഈ ഫയലിലേക്ക് നമ്മൾ ഇതിനെങ്ങനെ ഡ്രാഗ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകാം. ഇതാ, അപ്പോൾ അതിവിടെ എത്തി. അപ്പോൾ കറക്റ്റ് പാസ്വേഡ് കേസിലാണ് ഇപ്പോൾ അവിടെ വന്നിരിക്കുന്നത്. ഇനി എന്ത് ചെയ്യാം? Ctrl+T അടിക്കാം. Ctrl+T എന്ന ഇത് റൊട്ടേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് Ctrl+T. എന്നിട്ട് അതിൽ 90 ഡിഗ്രി കൊടുക്കുക, ഓക്കെ കൊടുക്കുക. എന്നിട്ട് കറക്റ്റ് ചെയ്തിട്ട് ഇവിടെ ഇത് ചെയ്യാം. എന്നിട്ട് അടുത്തത് ഇതേമാതിരി നമുക്ക് എന്ത് ചെയ്യാം? ഇതേ സെയിം കോപ്പി എടുക്കാം. ഇതാ ഇവിടെ കറക്റ്റ് സെയിം. ഇനി ഒന്നും കൂടി ഇതേമാതിരി. അപ്പോൾ ഈ സെയിം കോപ്പി എടുക്കണമെന്ന് വെച്ചാൽ ആ ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം കീബോർഡിൽ ഓൾട്ട് ബട്ടൺ അമർത്തി പിടിച്ചിട്ട് മൗസ് ആയിട്ട് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ 3 കോപ്പി. ഇനി ഒന്നും കൂടി ഓൾട്ട് പ്രസ് ചെയ്ത് മൗസിന്റെ ഫസ്റ്റ് ബട്ടൺ എടുത്തിട്ട് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് 4 ഫോട്ടോ വന്ന്. ഇനി എന്താ ചെയ്യേണ്ടത്? പ്രിന്റിംഗ് ഓപ്ഷനിലേക്ക് പോവാം. ഇനി അടുത്ത പ്രിന്റിംഗ് ഓപ്ഷനിലാണല്ലോ. അപ്പോൾ Ctrl+P അടിക്കുക. P അടിച്ചു കഴിഞ്ഞാൽ പ്രിന്റർ സെലക്ട് ചെയ്തതിനു ശേഷം അതിന്റെ സെറ്റപ്പ് എടുക്കുക. സെറ്റപ്പ് എടുത്തിട്ട് പേപ്പർ എടുക്കുക. അതിൽ A4 സെലക്ട് ചെയ്യുക, ഫോട്ടോ പ്രിന്റ് സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കുക. പിന്നെ ഇവിടെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രിന്റ് റെഡി. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് ഒരു ഫോട്ടോ എങ്ങനെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആക്കുക എന്നുള്ളതാണ് പറഞ്ഞത്. അടുത്തത് ഇതേപോലെ നമുക്ക് ഉപകാരമുള്ള നമ്മളെ കയ്യിലുള്ള മൊബൈലിലൊക്കെ ഉള്ള ഫോട്ടോസ്, നമ്മളടുത്ത് തന്നെ ലാപ്പ് ഉണ്ടാവും, വീട്ടിൽ സിസ്റ്റം ഉണ്ടാവും, നമുക്ക് തന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആക്കി പ്രിന്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ ഇതേപോലെ എങ്ങനെ ഫോട്ടോസിൽ ഇനി എങ്ങനെയൊക്കെ അതിനെ ക്ലിയർ ആക്കി എടുക്കാം. മങ്ങിയ ഫോട്ടോ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡാർക്ക് ആയിട്ടുള്ളത് ഒരു ഭാഗം ഡാർക്ക്, അതൊക്കെ എങ്ങനെ ക്ലിയർ ആക്കാം എന്നുള്ളതൊക്കെ നോക്കിയിട്ട് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.